നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോവയ്ക്കയുടെ വില കേട്ടാൽ നമ്മൾ ഞെട്ടും. ഇപ്പോൾ മോഹവിലയിലാണ് കോവയ്ക്ക ഓടുന്നത്. കിലോ നെടുമ്പായയുടെ കാർഷിക വിപണിയിൽ 60 മുതൽ 75 രൂപയാണ് ഒരു കിലോ കോവയ്ക്ക പോയത്. ഇതിന് വില കൂടാൻ കാര്യം ഞാൻ ചിന്തിച്ചപ്പോൾ ഇപ്പോൾ കനത്ത മഴയായതുകൊണ്ടുകൂടി കോവയ്ക്ക സൂര്യപ്രകാശം ഏൽക്കാത്തത് കൊണ്ട് ശരിയായി ഇത് പൂക്കുന്നില്ല. മറ്റേത് ഞാൻ വളമൊക്കെ ഇട്ട് വെച്ചേക്കുമായിരുന്നു, എന്നിട്ടും ശരിയായി പൂക്കാത്തത്. തണ്ടൊക്കെ മഴ കാരണം ഉണങ്ങിപ്പോവുകയാണ്. മഴ കാരണം ശരിയായി ഇത് പൂക്കാത്തതുകൊണ്ടും ഇത് അതിൻ്റെ ലഭ്യത കുറഞ്ഞു. അങ്ങനെയാണ് ഈ കോവയ്ക്കയുടെ വില ഇപ്പോൾ വലിയ ഡിമാൻഡിൽ വില കൂടിയത്. ആഴ്ചയിൽ 1 കിലോ പറിച്ചുകൊണ്ടിരുന്ന കോവയ്ക്ക ഇപ്പോൾ 500-ൽ താഴെയൊക്കെയാണ് കിട്ടുന്നത്. ഇന്ന് നാടൻ കോവയ്ക്ക മേടിക്കണോ ഇതിനേക്കാൾ നല്ല വില കൊടുക്കേണ്ടി വരും. ഏകദേശം 80 മുതൽ കൊടുക്കേണ്ടി വരും നാടൻ കോവയ്ക്കയ്ക്ക്. കിളുന്ന ഇല എടുത്ത് നമുക്ക് തോരൻ വെച്ച് വയ്ക്കുകയും ചെയ്യാം. പുറമെ 15/10/2025 നെടുമ്പായളം കാർഷിക വിപണിയിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണന വിലയും നമുക്ക് നോക്കാം. പയർ കിലോ 80 മുതൽ 85, പാവയ്ക്ക കിലോ 80 മുതൽ 90, പടവലം 1 കിലോ 48, കോവയ്ക്ക 60 മുതൽ 75 മുമ്പേ പറഞ്ഞത്. കുമ്പളം കിലോ 25 മുതൽ 40, മത്തൻ കിലോ 40, ചുരയ്ക്ക കിലോ 20, വെള്ളരി കിലോ 40, കത്തിരി കിലോ 40 മുതൽ 70, വാളരിപ്പയർ കിലോ 70-90, വെണ്ടയ്ക്ക കിലോ 55 മുതൽ 60, പപ്പയ കിലോ 30 മുതൽ 55, മുളക് കിലോ 120, ഉണ്ടമുളക് കിലോ 300, കാന്താരി അവിടെ വില എന്ന് പറഞ്ഞാൽ 200 മുതൽ 250, ഫാഷൻ ഫ്രൂട്ട് കിലോ 120 മുതൽ 140, കുക്കമ്പർ കിലോ 50 മുതൽ 60, മരച്ചീനി 23 മുതൽ 26. ഇപ്പോൾ വില കുറഞ്ഞിരിക്കുകയാണ് മരച്ചീനി. കാരണം മഴയത്ത് പണയൊക്കെ കിടക്കുന്നതുകൊണ്ട് ശരിയായി വേവാത്തതുകൊണ്ട് മിക്ക ആൾക്കാരിത് വാങ്ങിക്കാതെ നിൽക്കുകയാണ്. വാഴക്കൂമ്പ് 1 പീസ് 6, ഇഞ്ചി കിലോ 120 മുതൽ 130, ചീര പച്ച കിലോ 30, ചുവന്ന ചീര 40, വടക്കംപുളി കിലോ 300, കുരുമുളക് കിലോ 700 മുതൽ 750, മഞ്ഞൾപ്പൊടി കിലോ 300, പുളി 1 കിലോ 180, ചേന കിലോ 35 മുതൽ 45, ചേമ്പ് 65 മുതൽ 70, കാച്ചിൽ കിലോ 90, തേങ്ങ 1 കിലോ 80, കോഴിമുട്ട 1 പീസ് 8 രൂപ 50 പൈസ, ഏത്തൻ കിലോ അവിടെ 50 മുതൽ 56. ഇപ്പോൾ നല്ല വില നിൽക്കുകയാണ്, കർഷകർക്കും സന്തോഷമായി. കപ്പ കിലോ 55 മുതൽ 60, പൂവൻ കിലോ 35 മുതൽ 40, പാളയൻ 15 മുതൽ 21, റോബസ്റ്റ 15 മുതൽ 20, ഞാലിപ്പൂവൻ 30 മുതൽ 40 എന്നിവയാണ് അവിടെ വന്നത്. എന്നാൽ ഈ കാലാവസ്ഥ പ്രതിസന്ധിക്കിടയിലും കർഷകർ ഇത്രയും സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കർഷകർക്ക് വേണം ഒരു ബിഗ് സല്യൂട്ട്. അവർക്ക് കൊടുക്കണം നല്ല ബോണസും മറ്റു നല്ല ആനുകൂല്യങ്ങളും. മാനവരാശിയുടെ നിലനിൽപ്പിന് കൃഷി അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ്. അവർക്ക് ആധുനിക മെഷീൻ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇവർക്ക് കൊടുക്കണം.